ജീവിതകാലം മുഴുവൻ സത്യത്തെ അന്വേഷിക്കുകയും അത് കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നവർ ധാരാളമുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവരും അതേസമയം അവർ കുതിരക്കണ്ണട പോലെ പിച്ചള കണ്ണട വെച്ചിരിക്കുന്നവരുമാണ്. വിഡ്ഢികൾ അവർ കാഴ്ച മറച്ചു വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടി തപ്പിത്തടഞ്ഞ് അന്വേഷണം തന്നെ. എന്നാൽ ഒന്നിനൊന്ന് അവർ സത്യത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നു. അവരുടെ മൂഢമായ അന്വേഷണത്തിൽ അളക്കുകയും മറിച്ചിടുകയും ചെയ്യുന്നു. വസ്തുക്കൾ കൊണ്ട് അവർ സത്യത്തെ അറിയുകയും അങ്ങനെ അതിനെ മറയ്ക്കുകയും ചെയ്യുകയാണ്. അവർക്ക് ഇങ്ങനെ മാത്രമേ സംഭവിക്കൂ. കാരണം സത്യമില്ലാത്തിടത്താണ് അവർ സത്യം അന്വേഷിക്കുന്നത്. സത്യം കണ്ടെത്തണമെങ്കിൽ ബുദ്ധിയോട് സ്നേഹം ചേർക്കണം. അനന്തരം സ്നേഹമുള്ള കണ്ണുകൾ കൊണ്ട് നോക്കണം. ബുദ്ധിയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ പോരാ. കാരണം ജ്ഞാനത്തെക്കാൾ വിലയേറിയത് ഔദാര്യമാണ്. സ്നേഹിക്കുന്നവൾ എപ്പോഴെങ്കിലും സത്യത്തിലേക്കുള്ള വഴി തീർച്ചയായും കണ്ടുപിടിക്കാനിടയാകും. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മാംസത്തിൽ സന്തോഷം അനുഭവിക്കുക എന്നല്ല അർത്ഥം. അത് സ്നേഹമല്ല, വെറും കാമാസക്തിയാണ്. സ്നേഹമെന്നത് ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കുള്ള ഉത്തമ അംശത്തിൽ നിന്ന് ഉത്തമ അംശത്തിലേക്കുള്ള ബന്ധമാണ്. അതിനാൽ മനുഷ്യൻ അവൻ്റെ ജീവിത പങ്കാളിയിൽ ഒരു അടിമയെയല്ല ദർശിക്കുന്നത്, അവൻ്റെ മക്കളുടെ അമ്മയെ. പകുതി മാത്രമായ തന്നോട് ചേർന്ന് പൂർണ്ണതയുള്ള സ്ഥിതിയിലെത്തി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റേ പകുതിയെ പുരുഷൻ്റെ അമ്മയും സഹോദരിയും പുത്രിയുമായ അവളെയാണ് കാണുന്നത്. ചില സാഹചര്യങ്ങളിൽ അവൾ ഒരു നവജാത ശിശുവിനേക്കാൾ ബലഹീനയാണ്. എന്നാൽ ചിലപ്പോൾ സിംഹത്തേക്കാൾ ശക്തിയുള്ളവളുമാണ്. അമ്മയും സഹോദരിയും പുത്രിയും എന്ന നിലക്ക് ബഹുമാന പുരസ്സരം സ്നേഹിക്കപ്പെടേണ്ടവളാണ്. ഈ പറഞ്ഞതല്ലാത്തതൊന്നും സ്നേഹമില്ല, അത് തിന്മയാണ്. അത് മുകളിലേക്കല്ല, അന്ധകാരത്തിലേക്കാണ്, നക്ഷത്രങ്ങളിലേക്കല്ല, ചെളിയിലേക്ക്. അയൽക്കാരെ സ്നേഹിക്കാൻ കഴിവുണ്ടാകുന്നതിനായി നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ സ്നേഹിക്കണം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്നറിയുന്നതിനായി നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവത്തിലേക്കുള്ള വഴി കണ്ടെത്തും. സത്യത്തെ അന്വേഷിക്കുന്ന മനുഷ്യരെ അവിടെയാണ് സത്യം. സത്യം ദൈവമാണ്. ജ്ഞാനത്തിൻ്റെ താക്കോൽ അവിടെയാണ് കണ്ടെത്തുക. തെറ്റില്ലാത്ത ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവം കൂടെയില്ലെങ്കിൽ മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ അവനെങ്ങനെ കഴിയും? സൃഷ്ടികർമ്മം നടത്തിയ ഉന്നതനായ സൃഷ്ടാവിനല്ലാതെ സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ മാത്രം വെളിപ്പെടുത്താൻ ആർക്ക് കഴിയും? ജീവിച്ചിരുന്ന അത്ഭുതകരമായ മനുഷ്യനെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? മൃഗീയ പൂർണ്ണത അമർത്യമായ പൂർണ്ണതയായിരിക്കുന്ന ആത്മാവിനോട് യോജിച്ചിരിക്കുകയും ആത്മാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവങ്ങളായിരിക്കുകയും ചെയ്യുന്ന ആ രഹസ്യം ആര് മനസ്സിലാക്കും? ഒരു മൃഗത്തെ പോലും അധമമാക്കുന്ന തരം പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുകയും അതിൽ അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അതിൽ നിന്നെല്ലാം വിമുക്തനായി ജീവനുള്ള ആത്മാവോടെ ആയിരിക്കുമ്പോൾ അവൻ ദൈവികനാകുന്നു. ഇതിൻ്റെ രഹസ്യം ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? സത്യം അന്വേഷിക്കുന്ന മനുഷ്യരെ, ജോബിൻ്റെ വാക്കുകൾ നിങ്ങളോട് ഞാൻ ആവർത്തിക്കുന്നു. കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കന്നുകാലികളോട് ചോദിക്കുക. ആകാശത്തിലെ പക്ഷികളോട് വിവരങ്ങൾ അന്വേഷിക്കുക. ഭൂമിയിലെ ഇഴജന്തുക്കൾ നിങ്ങളെ പഠിപ്പിക്കും. കടലിലെ മത്സ്യങ്ങൾ നിങ്ങളോട് പറയും. അതെ, ഭൂമി പുഷ്പാദികളാൽ മനോഹരമായിരിക്കുന്ന ഭൂമിഫലങ്ങൾ വഹിച്ചു നിൽക്കുന്ന പുഷ്പങ്ങൾ, നാനാതരത്തിലുള്ള പറവജാലകൾ, കാറ്റ് പറപ്പിക്കുന്ന മേഘങ്ങൾ, ആയിരം ആണ്ടുകളായി ഒരിക്കലും തെറ്റാതെ ഉദിക്കുന്ന സൂര്യൻ, ഇവയെല്ലാം ദൈവത്തെപ്പറ്റി സംസാരിക്കും. എല്ലാം ദൈവത്തെ വിശദീകരിക്കും. എല്ലാം ദൈവത്തെ വെളിപ്പെടുത്തുകയും കാണിച്ചു തരികയും ചെയ്യും. ശാസ്ത്രം ദൈവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിൽ തെറ്റായിത്തീരുന്നു. അത് മനുഷ്യനെ ഉയർത്തുകയില്ല, നേരെ മറിച്ച് അധംപതിപ്പിക്കുന്നു. ജ്ഞാനം മതാത്മകമാണെങ്കിൽ അത് ദുഷിച്ചതല്ല. ദൈവത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജ്ഞാനം സമ്പാദിച്ചിട്ടുള്ളവർ വീഴുകയില്ല. കാരണം അവൻ്റെ മഹത്വത്തെപ്പറ്റി അവൻ ബോധ്യമുള്ളവനാണ്. നിത്യമായ ഭാവി ജീവിതത്തിൽ വിശ്വാസമുള്ളവനുമാണ്. യഥാർത്ഥ ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം. ദൈവമല്ലാത്ത മായാരൂപങ്ങളെയല്ല അന്വേഷിക്കേണ്ടത്. ഈ മായാദൈവങ്ങൾ ആധ്യാത്മിക അജ്ഞതയാൽ പൊതിയപ്പെട്ടിരിക്കുന്നവരുടെ വെറും ഉന്മാദം മാത്രമാണ്.
അവരുടെ മതത്തിൽ ജ്ഞാനത്തിൻ്റെ നിഴൽ പോലുമോ അവരുടെ വിശ്വാസത്തിൽ സത്യത്തിൻ്റെ അംശം പോലുമോ ഇല്ല. എല്ലാ യുഗങ്ങളും ജ്ഞാനമുള്ളവരായി തീരാൻ കഴിവുള്ളവയാണ്. അല്ല, വീണ്ടും ജോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: സന്ധ്യാസമയത്ത് നിങ്ങൾക്കായി ഒരു മധ്യാഹ്ന പ്രകാശം ഉയരും. നിങ്ങളുടെ അന്ത്യമായി എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ പ്രഭാത നക്ഷത്രം പോലെ നിങ്ങൾ ഉയരും. നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഭാവിയെ ഓർത്ത് നിങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. സത്യം കണ്ടെത്തുന്നതിന് സന്മനസ് ധാരാളം മതി. ഉടനെ തന്നെയോ പിന്നീടോ സത്യം കണ്ടെത്താതിരിക്കുകയില്ല. എന്നാൽ ഒരിക്കൽ സത്യം കണ്ടെത്തിക്കഴിഞ്ഞ് അതിനെ അനുഗമിക്കാതെ ദുശാഠ്യക്കാരായ ഇസ്രയേൽ ജനതയെ അനുകരിക്കുന്നവർക്ക് ദുരിതം. ദൈവത്തെ കണ്ടെത്താനുള്ള ചരട്, അതായത് പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം അവർക്കറിയാമെങ്കിലും ഒരിക്കലും അവർ സത്യത്തിന് കീഴ്പ്പെടുകയില്ല. അവരുടെ മനസ്സിലും ഹൃദയത്തിലും വിദ്വേഷത്തിൻ്റെ ശുഷ്കതയും അവരുടെ സ്വന്തം പദ്ധതികളും കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. സത്യത്തെ അവർ വെറുക്കുന്നു. അവരുടെ അമിതമായ ഭാരം കൊണ്ട് ഭൂമി അവരുടെ പാദങ്ങൾക്കിടയിൽ പിളർക്കുമെന്നുള്ള കാര്യം അവരറിയുന്നതേയില്ല. വിജയത്തിൻ്റെ ചവിട്ടുപടിയുടെ മുകളിലാണ് തങ്ങളെന്ന് അവർ കരുതുന്നു. എന്നാൽ അത് വെറും ബാഹ്യപ്രകടനത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സ്വാർത്ഥതയുടെ പടികളാണ്. എന്നാൽ ഇവരെല്ലാം കുത്തനെ പാതാളത്തിലേക്ക് എറിയപ്പെടും. വിഗ്രഹ ആരാധനക്കാർ എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. അവരുടെ വിഗ്രഹ ആരാധന അജ്ഞാനികളുടെ വിഗ്രഹ ആരാധനയേക്കാൾ കുറ്റകരമാണ്. കാരണം ഇവർ അറിഞ്ഞുകൊണ്ടാണ് സത്യത്തെ നിരാകരിക്കുന്നത്. അജ്ഞാനികളാകട്ടെ തങ്ങളുടെ പെരുമാറ്റത്തിന് അടിസ്ഥാനം വേണമല്ലോ എന്ന് കരുതി ഒരു മത അനുഷ്ഠാനം ഉണ്ടാക്കുന്നതാണ്. അനുതപിക്കുന്ന ഇസ്രയേൽ മക്കളെ ഞാൻ തള്ളിക്കളയുകയില്ല. അതുപോലെ വിശ്വസിക്കാൻ കിട്ടിയിട്ടുള്ള വിശ്വസിക്കുകയും ഞങ്ങൾക്ക് യഥാർത്ഥ സത്യം തരിക എന്നുള്ളുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ വിഗ്രഹ ആരാധനക്കാരെ ഞാൻ തള്ളിക്കളയുകയില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഈ മനുഷ്യൻ അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഈ വൃക്ഷങ്ങൾക്കിടയിൽ വിശ്രമിക്കാം. വൈകിട്ട് നമ്മൾ കാനായിലേക്കായിരിക്കും പോകുക. പ്രഭോ, ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു. നീ എനിക്ക് തന്ന ജ്ഞാനം മലിനമാക്കപ്പെടാതിരിക്കാൻ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ തിബേരിയസ് വിട്ടുപോകും. ഞാൻ ഈ രാജ്യത്ത് നിന്ന് തന്നെ പോവുകയാണ്. എൻ്റെ പുത്രനോട് കൂടെ ലൂസിയാനയിലേക്ക് ഞാൻ തിരിച്ചു പോകും. അവിടെ സ്വന്തമായി വീടുണ്ട്. എനിക്ക് നീ ധാരാളം നൽകിക്കഴിഞ്ഞു. ഇനി വൃദ്ധനായി ഈ എപ്പിക്കുറിയന് തിന്നുകുടിച്ച് സുഖമായി ജീവിക്കുന്നവൻ ഇതിൽ കൂടുതൽ തരാൻ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എൻ്റെ മനസ്സ് കെട്ടിപ്പടുക്കുന്നതിന് നീ തന്നത് ധാരാളം മതി. നീ പിന്നെ വയസ്സനായ ക്രിസ്പൂസിന് വേണ്ടി നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. തിബേരിയാസിലായാൽ മാത്രമായിരുന്നു നിന്റെ ശ്രോതാവ്. ലിബിറ്റിന എന്നെ ആലിംഗനം ചെയ്യുന്നതിന് മുൻപ് നിന്നെ വീണ്ടും ശ്രവിക്കുന്നതിനും നിന്നെയും സത്യത്തെയും കൂടുതൽ മനസ്സിലാക്കുന്നതിനുമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗുരുവേ, സ്വസ്തി. റോമാക്കാരുടെ രീതിയിൽ അയാൾ ഈശോയെ അഭിവാദനം ചെയ്ത് പോകുന്നു. അല്പം അകലെയായിരിക്കുന്ന സ്ത്രീകളുടെ സമീപം എത്തിയപ്പോൾ മഗ്ദലനായുടെ മുന്നിൽ തലകുനിച്ച് നിന്നുകൊണ്ട് അയാൾ പറയുന്നു: മേരി, നിനക്ക് നന്ദി. ഞാൻ നിന്നെ അറിഞ്ഞിരുന്നത് നന്നായി. വിരുന്ന് സൽക്കാരങ്ങളിലെ പഴയ സ്നേഹിതൻ അവൻ അന്വേഷിച്ചിരുന്ന നിധി നീ കണ്ടെത്തിക്കൊടുത്തു. നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥിതിയിലേക്ക് ഞാനും എത്തിയാൽ അതിന് നിന്നോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുക. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അയാൾ പോകുന്നു. മഗ്ദലന അവളുടെ കൈകൾ നെഞ്ചിന്മേൽ ചേർത്ത് അമർത്തിപ്പിടിക്കുകയാണ്. വികാരങ്ങൾ അവളുടെ മുഖത്ത് അത്ഭുതവും തേജസ്സുമായി പ്രസരിക്കുന്നുണ്ട്. അവൾ മുട്ടിന്മേൽ നീങ്ങി ഈശോയുടെ പാദത്തിങ്കലെത്തി കമിഴ്ന്നു വീണു പറയുന്നു: ഓ നാഥ, ഞാൻ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുമെന്നത് സത്യമാണല്ലോ. ഓ എൻ്റെ കർത്താവേ, ഇത് അങ്ങയിൽ നിന്നും വരുന്ന ഒരു വലിയ കൃപയാണ്. അവൾ ഈശോയുടെ പാദങ്ങൾ ചുംബിക്കുകയും കണ്ണീരുകൊണ്ട് നനയ്ക്കുകയും ചെയ്യുന്നു. മഗ്ദലയിലെ ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ കൃതജ്ഞത നിർഭരമായ കണ്ണീർ.